അപ്പോൾ ഇതാണ് സൽമാനെ വീട്ടിലേക്ക് ക്ഷണിക്കുക. ഞങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ചെറിയ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലേക്ക് സൽമാനെ ക്ഷണിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഇനി അവൻ്റെ വീട്ടിൽ പോയിട്ട് ഓനെ വിളിച്ചിട്ട് അവനെ ക്ഷണിക്കണ വീഡിയോ കാണാം. ക്ഷണിക്കുമ്പോൾ വീഡിയോ എടുക്കാം. അതാ സൽമാൻ്റെ വരികെത്തി ഞാൻ വിളിച്ചിടണം, അതാ വരുന്നുണ്ട്. വേഗം വാ മനെ. മനെ ഈ മൈക്ക് കുത്ത്, ഒരു കാര്യം പറയണ്ട, ഇങ്ങോട്ട് വാ, അടുത്തോട്ട് വാടാ കുട്ടാ. അപ്പൊ ആ മുതലിനെ കൈ കെട്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അന്നെ എന്തിനാ വിളിച്ചിരുന്ന നിനക്കറിയോ? എന്തിനാ? എന്നെ കാണാനോ? എന്നെ കാണാൻ വേണ്ടി മാത്രല്ല, വേറെ കാര്യണ്ട്. ഇന്ന് മുഹറം 10 സുന്നത്ത് നോമ്പാ. നോമ്പുണ്ടോ? നോമ്പില്ല. പറളന്നെ എടുക്കൂല, പിന്നെ എങ്ങനെ സുന്നത്തില്ലേ? അപ്പോ ഇന്ന് കുടിയില് ഞാന്, ഉമ്മ, പെങ്ങള്, പെങ്ങളെ കുട്ടികള് അപ്പൊ നോമ്പ് ചെറുതായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇറച്ചിയൊക്കെ. അപ്പൊ അന്നെ വിളിക്കാൻ വേണ്ടിട്ട് വന്നിക്കാണ്. വരുമോ? സീക്കറ് കുടിക്ക് വരുമോ? എന്തായാലും വരും. അപ്പോ ഞാന് നോമ്പ് തുറന്നിട്ട് ബാങ്ക് എടുത്ത് ആ വണ്ടിയുടെ പോട്ടെ. അപ്പൊ ഞാന് നോമ്പ് തുറന്നിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അന്നെ വിളിക്കും. അപ്പൊ എവിടേക്കും പോകണ്ട, ഞാൻ അന്നെ എടുക്കാൻ വരാം. നമ്മക്ക് രണ്ടാക്കും ഉപ്പന്റെ കുടിക്ക് പോവാ. എന്നിട്ട് ചായ, പത്തിരി, ഇറച്ചി, പൊറാട്ടി തിന്ന. ഓക്കെ. അപ്പൊ എനിക്ക് ക്ഷണിക്കാൻ വന്നിട്ടാണ് എന്നെ. അതിന് മുമ്പേ വേറെ കാര്യമുണ്ട്, നമുക്ക് പൊറാട്ട വാങ്ങാൻ പോണം കടയിലേക്ക്. അതിന് പോയാലോ? ഓക്കെ. അപ്പൊ ഞാൻ വേറെ ആരെങ്കിലും കയറി പോവോ? ഇവന്റെ കാര്യം പറയാൻ പറ്റൂല, ഒക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് വേറെ ആരെങ്കിലും എവിടേക്കും വിളിച്ചാ ഒറ്റ പോക്കാ. അതേപോലെ പോവോ? ആ ടീക്കർ കുടിക്കുമല്ലേ. പിന്നെ എന്റെ ഇന്ന് വന്നില്ലെങ്കിൽ പിന്നെ എന്റെ കുടിക്ക് വരികയും ചെയ്യും. എന്തായാലും വരില്ലേ? അപ്പൊ ഞാനും സൽമാനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജ്യേഷ്ഠ എടുക്കുന്നത്. അപ്പൊ ജ്യേഷ്ഠനോട് ഞാൻ വിളിച്ച കാര്യം പറയാൻ പോവാണ് സൽമാൻ. എന്താണ് ഇവിടേക്ക് പോവാ? നിങ്ങളല്ലേ ചെക്ക ചേക്കുണ്ട് ഉണ്ട്. അപ്പോ അത്രയും എച്ചിയും അപ്പോൾ ഞാന് ഇവിടെ പോവാ. പരിപാടി വലിയ പരിപാടി. അതിലേക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ചക്കി എന്റെ വണ്ടി ഇവിടെയും പോകും. ഞങ്ങള് പൊറാട്ടൊക്കെ വാങ്ങി എത്തിയിട്ടുണ്ട്. ഉമ്മനെ എവിടെ? പൊറാട്ട എവിടെ? ആ പൊറാട്ട അമ്മന്റെ വീടിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഉമ്മനെ കുടിയിൽ ഇറക്കുകയാണ്. ഇറക്കിയിട്ട് ഞാൻ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഞാൻ വിളിക്കും. ഓക്കെ. എന്നിട്ട് എന്നെ എടുക്കാൻ വരാ. മറക്കണ്ടെന്നോ? ഞാൻ മറക്കൂലട ഉമ്മാനെ. വിളിക്കണമെന്നോ? അന്നെ ഞാൻ മറക്കുവോ? മരിക്കണ്ടേ ഞാന്? ആ മരിച്ചൊന്നും വേണ്ടാന്നോ? അപ്പോ അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു, നോമ്പ് തുറന്നു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കലാണ്. അപ്പൊ സൽമാനെ പോയി കൊണ്ടുവരണം അല്ലേ? അപ്പൊ എന്റെ ഇപ്പൊ ഒരാളും കൂടി ഉണ്ട്. നമ്മൾ എവിടുക്കാ പോണ്? ആ സൽമാൻ കാക്കു, കാക്കു എന്ന് പറയണം. ആ സൽമാൻ കാക്കുനെ കൊണ്ടുവരാൻ പോവാണ്. ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ഞാനുണ്ട്. മാമ ഒറ്റക്ക് പോയാൽ മതിയോ? ആ അപ്പൊ ഞങ്ങള് സൽമാന് പോയി എടുത്തിട്ട് വരാം അല്ലേ? ഓക്കെ. ആ കേറി വായങ്കടേ, മടിച്ചു നിക്കണ്. ഇതാരാണ്? ആ പരിചയപ്പെട്ടല്ലോ. ആ അതാരാ? അത് ചെറിയ കുട്ടിയാടാ മനെ. ഓള് ഇന്നെ നോക്കണതേ.
ഏത് വരലുമേ മുറി ഉണ്ടായിരുന്നെന്ന്. ആ ഡി കെക്ക് പെണ്ണ് വേണമെന്ന് നമ്മള് പോണടത്ത് കൂടെ ഒക്കെ പറ്റിയ നോക്കിട്ട് വരാം. മനെ ഇരുന്നാലോ? കുട്ടികൾക്ക് വയ്യാത്ത കുട്ടികളാ നടക്കാനൊന്നും വയ്യ. ഓന്റെ പെങ്ങളില്ലേ രണ്ടാമത്തെ ഇവിടെ മേലെ ഇവന്റെ മേലെ മാമ വലിയ സൗണ്ട് ഉണ്ടാക്കിയിരുന്നു. അനക്കെന്താ ഉണ്ട്? പത്തിരി എന്താ ഉണ്ട്? പൊറാട്ട. ഓ പൊളി. പൊട്ടിച്ചിട്ടായിരുന്നോ? സൈലിന് ഏതാ ഉണ്ട്? സൈലിന് എന്താ ഉണ്ട്? പൊറാട്ട പത്തിരിയ? മനെ കറി എടുക്കേ അതെ മതിയോ? കഷ്ണമുണ്ട് മതിയോ? എന്താ പറയും മാനെ? സ്വകാര്യം പറഞ്ഞാ ഫോണില് കേൾക്കൂല കേട്ടോ, മൈക്കില്ല. ഉറക്കെ പറഞ്ഞാലേ കേൾക്കുള്ളൂ. ചിക്കൻ നുള്ളിട്ട് തരണ്ടേ? ചിക്കൻ നുള്ളിട്ട് തരണ്ടേന്ന്. വെള്ളം ഉമ്മ കൊടുന്നേരും. സൽമാൻ കുട്ടിനെ കണ്ടിട്ടാണല്ലേ? അത് വയ്യാത്ത കുട്ടിയാണ്. താത്താന്റെ രണ്ടാമത്തെ കുട്ടിയാ, വയ്യാത്ത കുട്ടിയാ. നമുക്ക് നീച്ച് നടക്കാനൊന്നും പറ്റില്ല. ഇത് വരക്കണം കേട്ടോ വെച്ച്. അത് കണ്ട മുതലാണ് സൽമാന് ഒരു ഫീലിംഗിലിരിക്കുന്നത്. ഇത്രയും നേരം നല്ല ഇതിലായിരുന്നു. കുട്ടീനെ തന്നെ നോക്ക്, കഴിക്കേ. പിന്നെ കുട്ടീനെ വീഡിയോയിൽ കാട്ടാന് താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ആ കുട്ടീനെ കാണിക്കുന്നത്. പിന്നെ കുടിക്കാരി ഉമ്മാക്കും ബന്ധുക്കൾക്ക് ആണെങ്കിലൊന്നും വീഡിയോന്റെ മുമ്പ് വരാൻ താല്പര്യമില്ല, അതാണ് അവരെയും പെടുന്നത് അല്ലേ? സൽമാനെ നോമ്പുകാർക്ക് ക്ഷണിച്ചിട്ട് ഞങ്ങൾ പൊറോട്ടയൊക്കെ വാങ്ങിക്കൊടുന്നവന് വീട്ടിലാക്കി കൊടുത്തില്ല. അതിന് ശേഷം മറ്റേ ഇവിടെ ഞാൻ വീട്ടിലെത്തി നോമ്പ് തുറക്കണ വരെ 10 വട്ടയിലും വിളിച്ചിട്ടുണ്ടാവും. എന്തായി കഴിഞ്ഞില്ലേ വായോ പറഞ്ഞിട്ട് അല്ലേ? സൽമാന്റെ ചേട്ടൻ ഞാനെങ്ങാനും മറന്നാലോന്നാ. സൽമാന്റെ ഉഷാറ് പോയിരുന്നു. കുട്ടിനെ കണ്ടപ്പോ ഇടങ്ങാറായിക്കട്ടെ, കുട്ടിനെ തന്നെ നോക്ക. കുട്ടി അവനെ നോക്കണുണ്ടെന്ന്. ഭക്ഷണം കിട്ടി കഴിഞ്ഞ പിന്നെ സംസാരം കുറവാ. ഒറ്റ ഡോണായാലും മനജ് എന്താ അങ്ങനെ ഉണ്ടായിരിക്കുന്നത്? എന്താ പറ്റി? പെണ്ണ് പെണ്ണല്ലാതെ വേറെ എന്തെങ്കിലും പറയണ്ടോ? പെണ്ണ് പെണ്ണ് നോക്കണ്ട ഇൻഷാല്ലാ. എന്റെ ഉമ്മ പറഞ്ഞു കേട്ടില്ലേ, അതിനോട് നമ്മള് പരിപാടിക്കൊക്കെ പോകൂലേ, അപ്പൊ അവിടെ നേരിട്ട് തരാന് നല്ല തരയോ? അണക്കൊന്നാണ് നോക്കാന് നോക്കുക. കാരണവന്മാരെ പോലെ അങ്ങോട്ട് നോക്കുക. എന്താണ് വെള്ളോ? തിന്നാൻ എന്നോട് തിന്നാൻ ധൈര്യമുണ്ടോ? പത്രി എടുത്തുന്ന കേട്ടോ. പെരുമാൾ കുട്ടീനെ എന്നെ നോക്കണേ. പാവല്ലേ? പാവാണ്.
പാവാണ്. ഇവർക്ക് നടക്കാനൊന്നും വരില്ല, സംസാരിക്കൊന്നുമില്ല. അങ്ങനെ വരിക പാനയുടെ കുടുംബത്തിലോ ഈ കുട്ടീനെ പോലെ തന്നെ പാനയുടെ അവന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ട് എന്നാ പറയുന്നത്. പാവാണ് പറയുന്നത്. സൽമാന്റെ ആ കുട്ടിനെ കണ്ട മുതല് പതുമാന്നുള്ള പേര് കേട്ടോ. പതുമ പൗന്ന് വിളിക്കുക നിങ്ങള് പഹു. പൗനെ കണ്ട മുതല് സൽമാന് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കുക. എന്തോ ഒരു ആ ഹാപ്പിനെസ് അങ്ങനെ പോയോ അല്ലേ. എനിക്കത് ശരിയാവേ. ഡോക്ടറെ കാണിക്കാൻ പോണ്ടേ. ഇന്നല്ലേ ഇടക്കിടക്ക് പോകും കോഴിക്കോട്. ആ അപ്പൊ ഇൻഷാല്ലാ റെഡി ആവും. നമുക്ക് തുഴക്കാം കേട്ടോ. ഇനി എന്താ ഇടങ്ങാറായിരിക്കും. 10 രൂപ കഴിഞ്ഞ ഇവരെപ്പോഴാ വന്നോ? ഒരിപ്പോ മുഹറം 9, 10 ലീവല്ലേ. മലപ്പുറം ജില്ലയിൽ ലീവായിരുന്നു സ്കൂൾ മദ്രസ. അപ്പൊ ആ ലീവിന് വന്നതാ. സൽമാൻ കാക്കൂനോട് ചോദിച്ചത് ലീവില്ലാത്തുമ്പോഴാണ് സ്കൂളിൽ പോകുന്നത്. വെള്ളാത്രേ സൽമാന് കാര്യം അറിയാം. മഴ ചെയ്തിട്ടേ വെള്ളം നല്ല കേറുന്നത് കാരണല്ലേ ലീവ്. മരിക്കും അത് കാരണം അത്ര ലീവ്. അപ്പൊ ലീവ് ഉണ്ടാകുമ്പോ സ്കൂളിൽ പോകരുതില്ലേ. ലീവ് ഇല്ലാത്തുമ്പോ ഓക്കെ. 10 ഇട്ടാലോ? ഇതൊന്നും തിന്നിട്ടില്ല കേട്ടോ. ഓൻ ലൈസ് തന്നെയാണ്. ഓൻ ലൈസ് തിന്നോണ്ടിരിക്കണെന്ന് ഉണ്ടോ? ഇവിടെ പറയുന്ന സൽമാൻ കാക്കൂനെ അറിയാം. പറഞ്ഞ ലൈസ് തിന്നുമ്പോ എന്തായാലും പറഞ്ഞു കൊടുത്താ ഗ്യാസ് അത്രേ. ഇങ്ങോട്ട് കേറുന്നുണ്ടോ? സൽമാൻ കാക്കു പറയുന്നുണ്ടല്ലേ തൊള്ളയില് വരുന്നുണ്ടെന്താന്ന്. അപ്പം തിന്നാന് 10 ഇങ്ങനെ തിന്നാ. ലൈസ് ഒന്നും അങ്ങനെ തിന്നരുതല്ലേ. കേടാ. ചോദിച്ചോളി സൗണ്ടിലേ. അവിടെ നിന്നിട്ട് ചോദിച്ചോളി. എന്നോട് ഉമ്മ ഇടാന് സൗണ്ട് താക്കിട്ട് സംസാരിക്കാം. ക്യാമറയില് അല്ല വീഡിയോയില് പെടണ്ട വിചാരിച്ചു. അപ്പൊ ഇവിടെ ആക്ഷൻ കാണിക്കരുത്. എന്താ പറഞ്ഞറിയോ? വീഡിയോ എടുക്കുമ്പോ എന്റെ അമ്മി നോക്കൂലെന്ന്. വീഡിയോന്റെ മുമ്പിൽ ഓന്റെ അമ്മി നോക്കൂലെന്ന്. വീഡിയോ എടുക്കാൻ വരുമ്പോ ഉമ്മ മണ്ടൊന്ന് ഓടുന്ന്. അതെ നമ്മള് എടുക്കാനും പോവില്ല. അതേപോലെ എന്റെ ഉമ്മാക്ക് സൗണ്ട് അടക്കം പാടായിരിക്കാൻ ആക്ഷൻ കാണിക്കുന്നത്. 10 ഇട്ട് കൊടുക്ക്, പൊറാട്ട ഇട്ട് കൊടുക്കാണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിച്ചു. എടുത്തോളൂ. അപ്പം തിന്നാന്ന്. അപ്പം തിന്നിട്ട് ലൈസ് തിന്നാന്ന്. കേടാണല്ലേ. റഷീദോ? റഷീദാക്ക് എന്നും ലൈസും ഇതും കൊണ്ട് കുട്ടികൾക്ക് കൊറേ ആൾക്കാരുണ്ടെന്ന്.
ഇതിപ്പോ ലീവാണ്. അപ്പൊ ഇത് ഒന്നുമില്ല. ഇത് വെച്ചിട്ട് സ്കൂള് ലീവാണ്. അപ്പൊ ഇന്ന് എല്ലാരും ഉണ്ട്. അപ്പൊ ഒന്ന് റഷീദാക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് എന്താ വേണ്ടത്? 10 രൂപ കൊണ്ട് പൊറോട്ട ഉണ്ട്. മതിയായോ? അന്ന് നിർത്തിക്കളാ. കൈ പോയി കളി. ഒന്നും തിന്നോ? എന്താ പോളിന്ന് അമ്മയായി? എന്ത് എന്താ പറഞ്ഞ്? ആ വെള്ളം പോണ്ടാന്നോ? ഇല്ല. പാവല്ലേ അതെന്നെ പറഞ്ഞു. മാനെ ഇപ്പൊ ശരിയാവിടെ മാനെ ദ്വയർക്ക. ഓ അതിന്റെ ചിത്ത് തിന്നായിരിക്കണ്ടേ? എന്തൊക്കെ പോയി അല്ലെങ്കിൽ ഇത് ഉണ്ടായെടുക്കാന്നല്ലേ അരിപ്പ. ലൈസ് കൊടുക്കണ്ടാണോ? അങ്ങനെ എപ്പോഴൊന്നും വാങ്ങി കൊടുക്കൂല, ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കൊടുക്കുള്ളൂ. ഇവിടക്ക് പ്രശ്നമാണ് ലൈസ് തിന്നാൻ. അപ്പൊ അങ്ങനെ എപ്പോഴും തിന്നണ്ടെന്ന് പറഞ്ഞ കേട്ടോ. ഇപ്പൊ തിന്ന ഇനി പിന്നെ വാങ്ങി തിന്നണ്ട അല്ലേ? ആ പിന്നെ വാങ്ങി തിന്നണ്ടോ? ഇപ്പൊ തിന്നോന്നു. അത് വേണ്ടേ ചിക്കൻ? എവിടെ? അത് മതിയോ? പീസ് വേണ്ടേ? അതും കൂടി എന്റെ മനന്ത് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലല്ലോ. ഇതിപ്പോ വീഡിയോയിൽ എന്റെ പ്ലേറ്റിന് നിറച്ചുണ്ട്, സൽമാന്റെ പ്ലേറ്റിന് കുറവാ. മനെ ഞാൻ നല്ല തീറ്റക്കാരനെ വിചാരിക്കോ? ഇതാണ് തീറ്റക്കാരതാ. ഇപ്പൊ ഞാൻ അന്ന് നമ്മള് പൊറാട്ടി ഇതൊക്കെ വാങ്ങിട്ട് വന്നില്ലേ, എന്നിട്ട് എന്നെ കുടിയിൽ ഇറക്കിയതേ, അതിനുശേഷം എന്തെങ്കിലും തിന്നോ? ഇല്ല. പിന്നെന്തെങ്ങനെ തീറ്റ? വെള്ളം കുടിച്ചോ? അമ്പിന്റെ അവിടെ നിന്ന് വെറുതെ അല്ല. വെറുതെ കണക്ക് ചെല്ലാത്തേ. സർവത്തത് ആണ് വലിയ ക്ലാസ്സാ, വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. ഇതല്ല വലിയ ക്ലാസ് അല്ലേ? ഈ ക്ലാസ്സിലൊക്കെ എങ്ങനെയാ? ആ വലിയ ക്ലാസ്. പറ്റില്ലേ? ഇത് കേട്ട ഒന്നു മതിയോ? ഒന്നു മതിയോ? ഒരു കറ്റേ കഷ്ണമാണോ? ആ അതെങ്ങനെ ഉടക്ക? ചായ പറഞ്ഞേ? ചായ ഉണ്ടല്ലേ? ഇപ്പൊ ഹോട്ടലില് വല്ല വെക്കാണെങ്കിൽ സൽമാൻ എന്താ ചോദിക്ക? അതല്ല, നമ്മള് ഹോട്ടലില് ഭക്ഷണം കഴിക്കണെങ്കിൽ ചായക്ക് പകരം എന്താ ചോദിക്കല്? അതല്ലടാ, ട്രെയിനിൽ പോകുമ്പോ നമ്മള് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ മുമ്പേ ഭക്ഷണം കഴിച്ചതിന് വേറെ സാധനം ചോദിക്കില്ല. ഇങ്ങനെ ആട്ടില്ല എന്ത്? എസപ്പ്. എസപ്പ് പറഞ്ഞ പെപ്സി. പെപ്സിക്ക് സെപ്പ് എന്നാണ്. സെപ്പ് എന്നാ പറയാനല്ല, എനിക്ക് അങ്ങനെ പറയാറിയുള്ളൂ. ഇന്നിപ്പോ ചായ ഉള്ളു ഇവിടെ, ഇസപ്പില്ല. ഇസപ്പ് വേണം. അണുക്കാൻ പിടിക്കാൻ ഒരു 10 കൂടി ഇടാം. ഇനി ഞാനിടാന്ന് ഇരിക്കൂടാൻ പറ്റില്ല. ഉമ്മാനെ സൽമാൻ നോമ്പുണ്ടായിരുന്നോന്ന്? നോമ്പില്ല. സുലൈഖല്ലേ? സുലൈഖാത്തല്ലേ?
അമ്മായിന്റെ നീ അമ്മൂല്ലേ അമ്മു 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 ആ നിന്നയ്യോ എന്താണ് കലണ്ടർ തരിക അല്ല ക്ലോക്കോ അത് അയ്യോ ആ കുറച്ച് കഴിഞ്ഞാ വരുന്നു എന്തോ താഴെ അതല്ലേ അതവിടെ ഉണ്ട് വരില്ല അവിടെ ഇങ്ങനെ അപ്പൂക്കാണ് അവിടെ ഗൾഫിന്റെ കഴിഞ്ഞ് വരുന്നു അതിന് വീഡിയോ എടുക്കണുണ്ട് കഴിഞ്ഞാ വരുള്ളൂ അപ്പൊ ഇങ്ങനെ വരും അയ്യോ അപ്പൊ ഞാനത് പോകുന്നുണ്ട് ഞാനും ഡിക്കൊക്കെ പാടെ കൊണ്ടാൻ പോണ്ട് എന്ന് പറയാം ഇത് വേണ്ടേ എണ്ണക്കടി ഇത് മറ്റൊന്നും ഇതൊക്കെ അപ്പൊ അണക്ക് വേണ്ടിട്ടല്ലേ ഇപ്പൊ പള്ള ഫുള്ളായില്ലേ അതോ ഇത് കൊണ്ടേച്ചോന്നോ ആ ലാസ്റ്റ് ഒക്കെ ഒരുമിച്ച് കൊണ്ടേക്കാം ഇതേപോലത്തെ ഒരു കുട്ടി ഉണ്ട് സ്കൂൾക്കൊന്നും പോകൂല അതിങ്ങനെ കുട്ടിയാ കുട്ടിയിലെ അതേപോലത്തെ ഭ്രാന്തല്ലോ മനെ ഭ്രാന്ത് ആ വയ്യാത്ത കുട്ടി അങ്ങനെ പറയാ അതിങ്ങള് സ്കൂളിൽ പോകൂല എഴുതൂല ഉണ്ടപ്പായി എവിടെയെന്ന് ഉമ്മ അമ്പനവിടെ വൈകുന്നേരം വരെ ഇവിടെ ഇല്ല ട്രിപ്പ് പോയി കിടന്നുകൊണ്ട് വന്നിട്ടുണ്ടാവൂലേ ആ അമ്പിന്റെ അവിടെ ഉണ്ടാവുന്നു ലീവോ വണ്ടിക്കോ ഇന്ന് രാവിലെ ഒന്നും പിന്നെ കണ്ടിട്ടില്ലല്ലോ ഉമ്മ എവിടെയാന്ന് ഓരൊക്കെ ഉള്ളിലുണ്ട് ഓല് തോർക്കുണ്ട് ഓലെന്നെ ഓല് വീഡിയോയില് മനെ വീഡിയോക്ക് വരാതിരിക്കാൻ ഓല അവിടെ നിന്നിട്ട് ആമയും പറയുന്നുണ്ട് ഓലെന്നെ തോർക്കാൻ പറയണ എന്നോട് ഓല് വീഡിയോക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ ആമീൻ ആമീൻ കുട്ടിയുടെ അമ്മയാണ് ആമീൻ ഈ കുട്ടിയുടെ അസുഖം മാറണേന്നാ പറഞ്ഞ ഈ കുട്ടിയുടെ അമ്മ പാവാണ് ആമീൻ ഇൻഷാല്ലാ കുട്ടി പാവാണ് ആമീൻ ആമീൻ ഇൻഷാല്ലാ കുട്ടികളൊക്കെ റെഡിയാവും ഇൻഷാല്ലാ ആമീൻ ഇപ്പൊ സൽമാന് വീട്ടിൽ കിടക്കിടക്ക് വരലുണ്ട് പക്ഷെ കുട്ടിനെ കണ്ടിട്ടുണ്ടാവില്ല പെങ്ങളെ രണ്ടാമത്തെ കുട്ടിനെ കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഇന്നാണ് ആദ്യമായിട്ടോ കാണുന്നത്
അതാണ് സംഭവം. അല്ലെങ്കിൽ ആള് ഇടക്കിടക്ക് വരലുണ്ട്. പിന്നെ പെങ്ങള് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലും അധികം അങ്ങനെ ഉണ്ടാവലില്ല. കാരണം ഹസ്ബൻഡിന്റെ വീട്ടിലാവും. ഇതേപോലെ ലീവൊക്കെ കിട്ടുമ്പോഴേ വരിക. പിന്നെ കുട്ടീനെ അങ്ങനെ പുറത്തല്ല ഉണ്ടാവുക, കുട്ടി ഉള്ളിലുണ്ടാവുക. അപ്പൊ കുട്ടീനെ ഇതുവരെ കണ്ടിട്ടില്ല സൽമാൻ. ഇന്ന് വന്നപ്പോഴാണ് ഓൻ കാണുന്നത്. ഇതെന്താ ഇതെന്താണ്? കുട്ടിക്ക് പൈസ ഒന്നും വേണ്ട ഉമ്മാനെ. അത് വേണ്ട വേണ്ട. ആ കുട്ടിക്ക് തോന്നുന്നില്ല, അത് മതി. കുട്ടിക്ക് പൈസ ഒന്നും വേണ്ടേ? മരുന്ന് 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 കറക്റ്റ് കൊടുക്കാന്. നിസ്കരിക്കുക, അമ്മി എടുക്കുക. കുട്ടിയുടെ അടുത്ത് പൈസ കൊടുത്തുക്കണു, അത് ഉമ്മാക്ക് കൊടുക്കണേന്ന്, കുട്ടിയുടെ ഉമ്മാക്ക് കൊടുക്കണേന്ന് പറഞ്ഞു. എന്നാ പോവല്ലേ? പോവാ. ഇൻഷാല്ലാ പോവാണ്. ആ ഇവന്റെ താഴെയുള്ള കുട്ടിയാണ്. ആമി എടുക്കാന് ദ്വയർക്കാൻ എന്നോട് സായല്. ആ ഓന് ഗെയിം കളിക്കണ ഇതിമ്മേ. ആ കണ്ണിന് കേടാണ്. ഫോണ് കൊടുക്കരുതേ, കുട്ടികളുടെ അടുത്ത് ഫോൺ കൊടുക്കരുതേന്ന്. ആ കുട്ടികളുടെ അടുത്തുള്ള പൈസ ഉമ്മ വാങ്ങാന്. ആമി എടുക്കുക, നിസ്കരിച്ചൊക്കെ റെഡിയാവുന്നു. ഇൻഷാ അല്ലാ. ആ പോവാ പോവാ പോ.